തിരുവനന്തപുരം മണ്ഡലത്തിൽ ഇത്തവണത്തെ കാഴ്ചകൾ വളരെ വ്യത്യസ്തമാണ്. പഴയ തിരുവനന്തപുരം വെസ്റ്റ് മണ്ഡലം ഇത്രയേറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു കാലം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ലെന്ന് തന്നെ പറയാം. അപ്രതീക്ഷിതമായി ചിലർ മത്സര രംഗത്തെത്തിയതോടെ മണ്ഡലത്തിലെ രാഷ്ട്രീയ ചൂട് പതിവിലും അധികമായി. സിനിമാ താരം സുധീർ കരമന ഇക്കുറി ഇടതുപക്ഷത്തിന് വേണ്ടി വോട്ട് ചോദിച്ചെത്തുന്നത് വലിയൊരു മാറ്റമാണ്. പഴയ യൂണിവേഴ്സിറ്റി കോളേജ് കാലത്തെ SFI ആവേശം ഇപ്പോഴും സുധീറിലുണ്ട്. 100ഓളം സിനിമകളിലൂടെ മലയാളിക്ക് പ്രിയപ്പെട്ടവനായ അദ്ദേഹം ഒരു അധ്യാപകൻ കൂടിയാണ്. കരമന ജനാർദ്ദനൻ നായരുടെ മകൻ എന്ന നിലയിൽ ജനങ്ങൾക്ക് അദ്ദേഹത്തോടുള്ള ഇഷ്ടം വോട്ടായി മാറുമെന്നാണ് ഇടതുപക്ഷത്തിന്റെ കണക്കുകൂട്ടൽ. എന്നാൽ മറുഭാഗത്ത് UDFന് വേണ്ടി ഇറങ്ങുന്നത് രാഷ്ട്രീയത്തിലെ അധികായനായ CP ജോണാണ്. 46 വർഷത്തെ അനുഭവ സമ്പത്തുള്ള അദ്ദേഹത്തെ തന്ത്രങ്ങളുടെ രാജാവ് എന്ന് വിളിക്കാം. 1984 കോട്ടയത്ത് സുരേഷ് കുറുപ്പിനെ വിജയിപ്പിക്കാൻ അദ്ദേഹം നടത്തിയ പോരാട്ടം രാഷ്ട്രീയ കേരളം ഇന്നും ഓർക്കുന്നു. കുന്നംകുളത്തെ പഴയ ചില തിരിച്ചടികൾ മറികടന്ന് തിരുവനന്തപുരം പിടിച്ചെടുക്കാൻ അദ്ദേഹം ഇക്കുറി തയ്യാറെടുത്തു കഴിഞ്ഞു. ഇവർക്കിടയിൽ BJP ടിക്കറ്റിൽ കരമന ജയൻ കൂടി എത്തുന്നതോടെ മത്സരം ശരിക്കും മുറുകി. പ്രാദേശികമായി വലിയ സ്വാധീനമുള്ള ജയന്റെ സാന്നിധ്യം വോട്ട് വിഹിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയേക്കാം. അനുഭവ സമ്പത്തുള്ള ഒരു രാഷ്ട്രീയ നേതാവും ജനപ്രിയനായ ഒരു സിനിമാ താരവും തമ്മിലുള്ള ഈ മത്സരം തിരുവനന്തപുരത്തിന് ഒരു പുതിയ അനുഭവമാണ്. വോട്ടുപെട്ടി തുറക്കുമ്പോൾ ആര് ചിരിക്കുമെന്ന് ഇപ്പോൾ പ്രവചിക്കാൻ കഴിയില്ല. മണ്ഡലങ്ങളിലൂടെ സപ്പോർട്ടഡ് ബൈ ഡീൽ പ്രൈസ്.